മെക്സിക്കൻ അപാരത പുറപ്പാക്കണ്ട അല്ല, എമ്പുരാനും പുറപ്പാക്കണ്ട അല്ല, ജയ് ബാലയ്യ. പല ടൈം ലൈനുള്ള റിയൽ ഇൻസിഡന്റ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പടം ഉണ്ടാക്കിയപ്പോ നിനക്ക് പ്രൊപ്പകണ്ട. മെക്സിക്കൻ അപാരത ഇറങ്ങിയ സമയത്ത് ഇല്ലാത്ത എന്ത് പ്രൊപ്പകണ്ടയാണ് നിങ്ങൾ ഈ റിയൽ ഇൻസിഡന്റ് കോർത്തിണക്കി ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയത്. എന്താ നിങ്ങളുടെ വേണ്ട വേണ്ട പറഞ്ഞ ഇനി നമ്മൾ സംഖ്യയായി പോവും. നമ്മൾ കുറച്ച് സത്യമൊക്കെ ഒന്ന് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് സത്യം പറയാൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ സത്യമൊക്കെ പോവും. നിങ്ങളുടെ ഇറ്റലി രാജാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കും. എങ്കിലല്ലേ പല കാര്യങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വരാനുള്ളൂ. പിന്നെ ഇവിടുത്തെ കേരള മീഡിയയെ പറ്റി പറയണമല്ലോ. ഡൽഹിയിൽ ഒരു ചെറുക്കനെ അടിച്ച് കൊന്ന്. അതൊന്നും നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ എടുക്കാൻ പറ്റൂല. സെക്യുലറിസം പോവേ. ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ UP-യിലെ CM ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് അനധികൃതമായിട്ട് കൈയേറിയ ഭൂമിയിലുള്ള സംഭവങ്ങളെല്ലാം അടിച്ച് തകർത്തു. ആ വീട് കുന്തോ എല്ലാം തകർത്തു. എന്നിട്ട് ഗവൺമെന്റ് കണ്ടുകെട്ടി. പക്ഷേ ആ ന്യൂസ് നമ്മുടെ നാട്ടിൽ വരുമ്പോ നമ്മുടെ മീഡിയക്ക് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവിടെ അക്രമം, അനീതി കാണിച്ചവരെ അടോ മണ്ടന്മാരെ അവൻ അടിച്ചു തോർത്ത്. അതൊന്നും ഇവിടെ ന്യൂസ് ഇല്ല. ഇവിടെ കംപ്ലീറ്റ് അതിന്റെ അവിടെ എന്ത് നടക്കുന്നു അതിനെ മറിച്ച് അവിടെ എല്ലാം ശരിയെന്നൊന്നും ഞാൻ പറയാനൊന്നുമില്ല. കോൺഗ്രസ് ഒക്കെ ഭരിച്ച് ഒരു 5 പൈസക്കില്ല വിവരമില്ലാത്ത ആൾക്കാരാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഉള്ളത്. അത് സത്യമാണോ? ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും കൂടി തിരിച്ചു പറഞ്ഞ് നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ നിന്നോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ നിന്നോ ഫുൾ ചാനൽ കേരളത്തിലെ മീഡിയ കംപ്ലീറ്റ് കൈക്കൂലി വാങ്ങുന്നത് എനിക്ക് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്നാലും ഇവിടെ ദുരന്തർ നമുക്ക് എന്തായാലും ദുരന്തർ പുറപ്പകണ്ടയാണ്. മെക്സിക്കൻ അപാരത പുറപ്പാക്കണ്ട അല്ല, എമ്പുരാനും പുറപ്പാക്കണ്ട അല്ല, ജയ് ബാലയ്യ.